ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കട്ട് ഓഫ് പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ എല്ലാവരും ആഘോഷത്തിലാണെന്നറിയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് 23/12/2023 വരെ ഇതുവരെ എത്ര പേര് ജില്ല തിരിച്ച് LDC LGS അപ്ലൈ ചെയ്തു എന്നതാണ്. അപ്പോൾ LDC ഇതുവരെ വന്നിരിക്കുന്നത് 7,82,790 അപേക്ഷകളാണ്. അപ്പോൾ ഇനി എത്രയാണ് 5-6 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ഇനിയും അപേക്ഷകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ കൊടുക്കാത്തവർ തീർച്ചയായിട്ടും കൊടുക്കാൻ ശ്രമിക്കുക. മറന്നു പോകരുത്, ലാസ്റ്റിലേക്ക് വെക്കരുത്. ചിലപ്പോൾ അത് സൈറ്റ് ഹാങ് ആയൊക്കെ ബുദ്ധിമുട്ടായാൽ നമുക്ക് പ്രശ്നമാവും. അതുപോലെ LGS ഇതുവരെ 1,14,377 ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ് ആൾക്കാർ കൊടുത്തിട്ടുള്ളതെന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് നോക്കാം. പ്രതീക്ഷിച്ച പോലെ തന്നെ തിരുവനന്തപുരം തന്നെയാണ് LDCയിൽ കൂടുതലായിട്ട് വന്നത്. 1,08,990 പേര് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. ഏകദേശം കഴിഞ്ഞ തവണ 1,98,000 ആൾക്കാർ വന്നതാണ്. ഇവിടെ ഏകദേശം ഇത്തവണയും 2 ലക്ഷത്തിനടുത്ത് ആൾക്കാർ അപേക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. കൊല്ലം ജില്ല 61,320 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. പത്തനംതിട്ട 24,430 പേര്, കോട്ടയം 50,070 പേര്, ആലപ്പുഴ 37,580 പേര്, ഇടുക്കിയിൽ 29,200 പേര്, എറണാകുളം 71,650 പേര്, തൃശ്ശൂർ 63,350 പേര്, പാലക്കാട് 73,730 പേര്, മലപ്പുറത്ത് 79,990 പേര്, കോഴിക്കോട് 75,050 പേര്, വയനാട് 24,850 പേര്, കണ്ണൂർ 52,590 പേര്, കാസർഗോഡ് 29,990 പേര്. അപ്പോൾ ഇങ്ങനെയാണ് LDC അപ്ലൈ ചെയ്ത ആൾക്കാരുടെ ജില്ല തിരിച്ചുള്ള ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ വന്നത്. നമ്മൾ കഴിഞ്ഞ തവണത്തെ കണ്ട പോലെ തന്നെ കഴിഞ്ഞ തവണ ഏകദേശം 2 ലക്ഷത്തോളം ആൾക്കാർ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഏകദേശം 1 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 6-7 ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു 1 ലക്ഷത്തോളം അപ്ലിക്കൻസ് ഇവിടെ വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഏറ്റവും കുറവ് വന്നിരിക്കുന്നത് കാസർഗോഡും അതുപോലെ തന്നെ ഇടുക്കിയിലുമാണ്. പത്തനംതിട്ട ഇത്തവണ ഇതുവരെ വെച്ച് കുറച്ചിട്ടുണ്ട്. 24,430 പേര്. അതുപോലെ തന്നെ കണ്ണൂർ, നമ്മുടെ ഇടുക്കി, കാസർഗോഡൊക്കെ 29,000 ഉണ്ട്. വയനാട് 24,880 പേര് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ജില്ലകളിലും അത്യാവശ്യം ആൾക്കാർ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണൂരൊക്കെ 52,000 ഉണ്ട്, കോഴിക്കോട് 75,000 ഉണ്ട്, പാലക്കാട് 73 ഉണ്ട്, തൃശ്ശൂർ 63 ഉണ്ട്, എറണാകുളം 71 ഉണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഇതുവരെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ. ഏകദേശം 10 ലക്ഷത്തോളം ആൾക്കാർ ഇനിയും അപ്ലൈ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റും കൂടി, ഈ ഒരു വീഡിയോയും കൂടി കണ്ട ശേഷം അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ടാവും, ഏത് ജില്ലയിലാണ് കോമ്പറ്റീഷൻ വരുന്നത് എന്ന രീതിയിൽ. അപ്പോൾ LDC നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾറെഡി എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കട്ട് ഓഫോ അല്ലെങ്കിൽ അവിടുത്തെ വേക്കൻസിയോ നോക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് വേണമെങ്കിൽ, ഇപ്പോൾ നടാർ കാറ്റഗറി ഉള്ളവർക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് മറ്റ് വടക്കൻ ജില്ലകളിലോട്ട് വന്നാൽ കുറച്ച് വേക്കൻസി മീൻസ് അവരുടെ റിസർവേഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യം നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് കട്ട് ഓഫ് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കറിയാം കട്ട് ഓഫൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതിയിലാണ്. പിന്നെ വേക്കൻസി നോക്കുന്നതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, വേക്കൻസി കൂടുമ്പോൾ മീൻസ് അവിടെ വേക്കൻസി ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ അതൊരു അത് നോക്കുമ്പോഴും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറേയാണ്. എങ്കിലും സ്വന്തം ജില്ലയിൽ തന്നെ LDC ആയിട്ട് LGS ആയിട്ട് സ്വന്തം ജില്ലയിൽ തന്നെ അപ്ലൈ ചെയ്ത് പഠിച്ച് നേടാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത LGS നമുക്ക് നോക്കാം. LGS ഇതുവരെ 1,14,377 ആൾക്കാരാണ് അപ്ലൈ ചെയ്തിട്ടുള്ള LGS. നമുക്കറിയാം അടുത്ത് തുടങ്ങിയ ഒരു നോട്ടിഫിക്കേഷനാണ്. ജനുവരി 17 വരെ ഇതിന് ഡേറ്റ് ഉണ്ട്. അപ്പോൾ എങ്കിൽ തന്നെ 1,14,000 ആൾക്കാർ ഇതുവരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും തിരുവനന്തപുരം തന്നെയാണ് കൂടുതലുള്ളത്. 17,700 പേര് ഇതുവരെ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്തു. കൊല്ലത്ത് 9,990 പേര്, പത്തനംതിട്ട 3,980 പേര്, കോട്ടയം 8,200 പേര്, ആലപ്പുഴ 4,350 പേര്, ഇടുക്കിയിൽ 4,010, എറണാകുളം 8,655, തൃശ്ശൂർ 7,820, പാലക്കാട് 10,960, മലപ്പുറം 11,875, കോഴിക്കോട് 10,550, വയനാട് 4,060, കണ്ണൂർ 7,399, കാസർഗോഡ് 4,828. അപ്പോൾ ഇതുവരെ ഇങ്ങനെയാണ് LGS ഡിസ്ട്രിക്റ്റ് വൈസ് അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ ഇരിക്കുന്നവരൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യുക. നിങ്ങളുടെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു നല്ല കോമ്പറ്റീഷൻ റെഡി ആണെങ്കിൽ സ്വന്തം ജില്ല വെച്ച് തന്നെ അപ്ലൈ ചെയ്യുക. അത് ഏത് ജില്ലയാണ്, തിരുവനന്തപുരം ആയാലും കണ്ണൂരായാലും തൃശ്ശൂരായാലും സ്വന്തം ജില്ല വെച്ച് അപ്ലൈ ചെയ്യുക. പിന്നെ കുറച്ചല്പം ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നവർ എന്ത് ചെയ്യുക, തൊട്ടടുത്ത ജില്ലകളിലേക്ക്, അതിപ്പം നമ്മുടെ കുറച്ച് നിങ്ങൾക്ക് കട്ട് ഓഫ് കുറച്ച് കുറയുമെന്ന് വിശ്വാസമുള്ള ജില്ലകളിലേക്ക് മാറ്റി കൊടുക്കുക. അത്ര മാത്രമേ ഇതിൽ കാര്യമായിട്ടുള്ളൂ.
അല്ലാണ്ട് കൂടുതൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. എന്തായാലും എവിടെയായാലും നിങ്ങൾ അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ, അതിപ്പോൾ എവിടെയാണെങ്കിൽ ഇപ്പം വേക്കൻസി കുറഞ്ഞ ജില്ലകളിലാണെങ്കിൽ എന്താണ്, നിങ്ങൾ നല്ല മാർക്ക് നേടിക്കഴിഞ്ഞാൽ ഒരു 10, 200 അല്ലെങ്കിൽ 300 റാങ്കിനുള്ളിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടും. അതേസമയത്ത് ആ റാങ്ക് തന്നെ, ആ മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വേക്കൻസി കുറഞ്ഞ ജില്ലകളിൽ നിങ്ങൾ 100 താഴെ വരുന്ന റാങ്ക് എന്ന് പറയുന്നത് ചിലപ്പോൾ വേക്കൻസി കൂടിയ ജില്ലകളിൽ ഒരു 200, 250, 300 ഒക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾക്ക് അഡ്വൈസ് കിട്ടുന്ന സമയമൊക്കെ ഏകദേശം രണ്ടും സെയിം ആയിരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് കഴിഞ്ഞ തവണ 350 അങ്ങനെയാണ് OC പോയിട്ടുള്ളത്. കണ്ണൂർ, തൊട്ടടുത്ത കണ്ണൂർ ജില്ല 700, 750 പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 100ാമത്തെ റാങ്ക് കാസർഗോഡ് കിട്ടുന്ന OC അഡ്വൈസായി പോകുന്ന സമയം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ അത് 300 അല്ലെങ്കിൽ 250, 300 പോകുന്ന സമയമായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ കാസർഗോഡ് 100 OC പോകുന്ന ഒരാൾ കണ്ണൂർ ജില്ലയിൽ എത്തുമ്പോൾ 250, 300 OC പോകുന്ന ആ സമയത്തിന് ഈക്വലൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ല. എന്തായാലും LD അപ്ലൈ ചെയ്താൽ, LGS അപ്ലൈ ചെയ്താൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ ശ്രമിക്കുക. അപ്പോൾ ഏത് ജില്ലയിലാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ, എല്ലാവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. താങ്ക്